ഇപ്പോൾ ഡോക്ടർ നിർമ്മൽ എബ്രഹാം ധനകാര്യ വിദഗ്ധൻ ടെലിഫോൺ ലൈനിൽ ഉണ്ട്. ശ്രീ നിർമ്മൽ എബ്രഹാം, താങ്കൾ ഈ നിക്ഷേപ സംഗമത്തിൽ ആണോ ഇപ്പോൾ ഉള്ളത്? എന്താണ് അവിടെയാണോ നിലവിൽ ഉള്ളത്? ഇന്നലെ കൊച്ചിയിലുണ്ടായിരുന്നു. നമുക്കിപ്പം നിക്ഷേപം വരേണ്ടത് അത്യാവശ്യമായിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. കാര്യമാണ്, ശരിയാണ്, ഒരുപാട് ഇംപ്രൂവ്മെന്റ്സ് ഉണ്ടായി. പക്ഷെ ഇന്നലെ ഞാനൊരു ചർച്ചയിൽ പറഞ്ഞിരുന്നു, ഇത്രയൊക്കെ നിക്ഷേപങ്ങൾ ഉണ്ടായിട്ടും ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് റിഫോംസിൽ കേരളം ഒന്നാമത് എത്തിയിട്ടും നമ്മുടെ അൺഎംപ്ലോയ്മെന്റ് നിൽക്കുന്നത് നാഷണൽ ആവറേജിന്റെ 3 ഇരട്ടിയാണ്. അതായത് ചെറുപ്പക്കാർക്കിടയിൽ 18-നും 29-നും വയസ്സിനിടയിലുള്ളവരുടെ നാഷണൽ ആവറേജ് 10% കേരളത്തിൽ ഇപ്പോഴും 30%. സ്ത്രീകൾക്കിടയിൽ 48%. അപ്പൊ അത്രയും വലിയൊരു അൺഎംപ്ലോയ്മെന്റ് നിലനിൽക്കെ ഈ പറയുന്ന ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ക്ലെയിംസിനെ നമ്മൾ എത്രത്തോളം അത് റിഫോംസിന്റെ ആണ്, അതായത് ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നു എന്നുള്ളത് കൊണ്ടാണ് കേരളത്തിന് റാങ്കിങ്ങിൽ ഒന്നാമത് എത്താൻ പറ്റിയത്. പക്ഷെ പാരലലി അൺഎംപ്ലോയ്മെന്റ് അൺഎംപ്ലോയ്മെന്റ് നമ്പേഴ്സ് താഴണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റ് വന്നേ പറ്റൂ. പക്ഷെ നല്ല സൂചനകളാണ് തീർച്ചയായിട്ടും. കാരണം നമ്മുടെ ടോപ്പ് ഏഷ്യയുടെ ഏറ്റവും നല്ല എക്കോസിസ്റ്റങ്ങളിൽ ഒന്നായിട്ട് കേരളത്തിനെ കഴിഞ്ഞ വർഷം പ്രഖ്യാപിച്ചിരുന്നു, ടോപ്പ് 20 എക്കോസിസ്റ്റംസിൽ ഒന്നായിട്ട്. അതൊക്കെ നമുക്ക് പ്രതീക്ഷ നൽകുന്ന കാര്യങ്ങളാണ്. പക്ഷെ ഒരു കാര്യം കൂടെ മാറേണ്ടതുള്ളത്, ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഈ പെർസെപ്ഷനാണ്. കേരളത്തെ കുറിച്ചുള്ള പെർസെപ്ഷൻ ഇന്നും പഴയ സിനിമകളും സ്പീച്ചുകളും ഒക്കെ കാണുമ്പോൾ ഉള്ള പെർസെപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻവെസ്റ്റർ ഫ്രണ്ട്ലി അല്ല, ഇവിടെ സമരങ്ങളാണ്, കൊടികുത്തും എന്നുള്ളൊരു പെർസെപ്ഷൻ ഉണ്ട്. പക്ഷെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മറ്റ് സ്റ്റേറ്റ്സ് നോക്കിയാൽ അവിടെയും ഈ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പം ബാംഗ്ലൂരിലെ ആപ്പിളിന്റെ പ്ലാന്റ് 2020 ഒരുപാട് പേര് ചേർന്ന് തല്ലിപ്പൊട്ടിച്ചു. പക്ഷെ അത് ആരും അറിയുന്നില്ല, അത് വലിയ വാർത്തയാകുന്നില്ല, നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല. സാംസങ്ങിൽ ഇപ്പോഴും കഴിഞ്ഞ 10 ദിവസമായിട്ട് ചെന്നൈയില് സമരം നടന്നുകൊണ്ടിരിക്കുകയാണ്, അത് ആരും അറിയുന്നില്ല. സോ കേരളത്തെ കുറിച്ച് ഇങ്ങനെ ഒരു ചെറിയ വാർത്ത കേൾക്കുമ്പോൾ ഇപ്പൊ കിക്ടെക്സ് പോയതൊക്കെ നമ്മൾ ഇന്നും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ആ ഒരു പെർസെപ്ഷൻ മാറിക്കഴിഞ്ഞാൽ ഒരുപാട് ഇൻവെസ്റ്റേഴ്സ് വരും എന്നുള്ളതാണ് സത്യം. വേറൊരു പ്രശ്നം, ഗവൺമെന്റ് സ്കീമുകൾ പ്രഖ്യാപിക്കുമ്പോഴും എത്രത്തോളം ഇത് കംപ്ലീഷനിൽ എത്തുന്നുണ്ട് എന്നുള്ളൊരു ചോദ്യമാണ്. കാരണം ഇലക്ഷൻ അടുത്ത വർഷം വരാൻ നിൽക്കെ അതൊരു ക്യാമ്പയിനായിട്ട് ഉപയോഗിക്കാതിരിക്കട്ടെ എന്നുള്ളതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം കഴിഞ്ഞ ബഡ്ജറ്റിൽ സംഭവിച്ചൊരു കാര്യം പറയാം. ഇപ്പൊ കേരള സ്റ്റാർട്ടപ്പ് മിഷൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒന്നാണല്ലോ. കേരള സ്റ്റാർട്ടപ്പ് മിഷന് വേണ്ടി 2023 1000 കോടിയിലേറെ മാറ്റി വെച്ചെങ്കിലും വെറും 10% ഇന്നത്തെ ഡേറ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ യൂസ് ചെയ്തിട്ടുള്ളൂ. ഇന്നോവേഷൻ IT ഇന്നോവേഷൻസിന് വേണ്ടി 134 കോടി മാറ്റി വെച്ചു. അതൊക്കെ നല്ല പ്രഖ്യാപനമായിട്ട് നമ്മൾ അക്സെപ്റ്റ് ചെയ്തു. പക്ഷെ ഇന്നും എടുത്ത് നോക്കിയാൽ 1 രൂപ പോലും അതിനുവേണ്ടി മുടക്കിയിട്ടില്ല. അവിടെ ശ്രീ നിർമ്മൽ എബ്രഹാം, ഒരു പക്ഷേ ഇതുവരെയുള്ള ഡേറ്റകൾ വൈകിട്ടോടുകൂടി ഇതിന്റെ ഒരു സമഗ്ര ചിത്രം പുറത്തു വരുമെന്ന് കരുതാം. പക്ഷേ ഈ ആദ്യ ദിനത്തിലെ ഇൻവെസ്റ്റർ താല്പര്യങ്ങൾ തന്നെ പരിശോധിച്ചാൽ അദാനി ഗ്രൂപ്പ് വരുന്നു. അദാനി സ്വാഭാവികമായും ഇവിടെ വിഴിഞ്ഞം പോർട്ട് ഉണ്ട്, അതുമായി ബന്ധപ്പെട്ട് ലോജിസ്റ്റിക്സ് മേഖലയിലായിരിക്കാം കൂടുതൽ നിക്ഷേപം വരിക എന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ. ലുലു ഗ്രൂപ്പ് ആകട്ടെ, അങ്ങനെയുള്ള മെഡിസിറ്റി പോലെയുള്ള ഗ്രൂപ്പുകൾ, ആസ്റ്റർ മെഡിസിറ്റി പോലെയുള്ള ഗ്രൂപ്പുകളൊക്കെ താല്പര്യം പറയുമ്പോഴും നമുക്ക് സാധ്യതയുള്ള മേഖലകളുണ്ടല്ലോ, അതിപ്പോൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അടക്കം. അത്തരം മേഖലകളിലേക്ക് കൂടുതൽ നിക്ഷേപത്തിന് തയ്യാറാകുന്നുണ്ടോ ഗ്രൂപ്പുകൾ? അല്ലെ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ലോജിസ്റ്റിക്സ് ഉറപ്പായിട്ടും ഉണ്ട്. അതിനോടൊപ്പം നമ്മൾ തീർച്ചയായിട്ടും ബൂസ്റ്റ് ചെയ്യേണ്ട 2 ഏരിയാസ്, നമുക്ക് പൊട്ടൻഷ്യൽ ഉള്ള 2 ഏരിയാസ്. ഒന്ന് ടൂറിസവും, 2 മെഡിക്കൽ ടൂറിസവുമാണ്. നമ്മളിപ്പോ ഈ അടുത്ത് ഞാൻ കഴിഞ്ഞൊരു ചർച്ചയിൽ പറഞ്ഞു, ഈ അടുത്ത് UK-യുടെ കിങ് ചാൾസും ഭാര്യയും ആയുർവേദ ചികിത്സയ്ക്കായിട്ട് വന്നത് കേരളത്തിലല്ല, അവർ പോയത് ബാംഗ്ലൂരാണ്. അപ്പൊ നമ്മുടെ ഈ ആയുർവേദത്തിന്റെ വളർച്ച കണ്ടിട്ട് ഗോവയും ബാംഗ്ലൂരും പോണ്ടിച്ചേരിയും ഒക്കെ അതിൽ ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. കേരളം ഇപ്പം മുൻപന്തിയിൽ നിൽക്കുവാണ്. നമ്മൾ അതനുസരിച്ച് ക്യാപിറ്റലൈസ് ചെയ്യാനുള്ള ശ്രമങ്ങൾ നടത്തുക. AI-ലൊക്കെ വരുന്ന ഇക്കാര്യം എനിക്ക് തോന്നുന്നു ഇന്നലെ നിതിൻ ഗഡ്കരി ഇക്കാര്യം പ്രത്യേകമായി പറഞ്ഞു എന്ന് തോന്നുന്നു, അല്ലെ? എടുത്തു പറഞ്ഞിട്ടുണ്ട്. മെഡിക്കൽ ടൂറിസം, അതുപോലെ ടൂറിസത്തിന്റെ കാര്യം എടുത്തു പറഞ്ഞു. കേരളം കുറച്ചുകൂടി ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ കൂടുതൽ പ്രയോറിറ്റി കൊടുക്കണമെന്ന് കേന്ദ്രമന്ത്രിമാർ തന്നെ പറയുന്ന ഒരു സാഹചര്യമാണ്. അതെ. അതേപോലെ മന്ത്രി ചെയ്ത നല്ലൊരു കാര്യം, മന്ത്രി പി രാജീവ് ചെയ്ത നല്ലൊരു കാര്യം എന്ന് വെച്ചാൽ ഇൻഡസ്ട്രി മാപ്പിംഗ് നടത്തി. കാരണം വരുന്ന കമ്പനികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും വലിയ ഭയം എന്ന് പറഞ്ഞാൽ, ഒന്ന്, ഇവിടെ നമുക്ക് പോപ്പുലേഷൻ ഡെൻസിറ്റി കൂടുതലായതുകൊണ്ട് സ്ഥലമുണ്ടോ, എക്കോളജിക്കലി സെൻസിറ്റീവ് ആയതുകൊണ്ട്. ഇപ്പൊ വയനാടും ഇടുക്കിയും ഉള്ള സ്ഥലങ്ങൾ, ഇപ്പൊ ഇടുക്കിയിലൊക്കെ വിപ്രോയുടെ പ്ലാന്റുകളൊക്കെ ഉണ്ട്. അപ്പൊ ആ ഇൻഡസ്ട്രി മാപ്പിംഗ് നടത്തുന്നത് ഇമ്പോർട്ടന്റ് ആണ്. അത് മന്ത്രി നടത്തിയിട്ടുണ്ട്. വിർച്വലി ആണെങ്കിലും ഫിസിക്കലി ആണെങ്കിലും കമ്പനികൾക്ക് എവിടെ ഇൻഡസ്ട്രി തുടങ്ങാം, എക്കോളജിക്കലി സെൻസിറ്റീവ് അല്ലാത്ത സ്ഥലങ്ങൾ, അല്ലെ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള സ്ഥലങ്ങൾ ഏതാണെന്ന് ഫിസിക്കലി അതേ മാർക്ക് ചെയ്തിട്ടുണ്ട്, വിർച്വലി കാണിച്ചു കൊടുക്കാനുള്ള സംവിധാനമുണ്ട്. അതൊക്കെ തീർച്ചയായിട്ടും ഒരു കോൺഫിഡൻസ്, ഇൻവെസ്റ്റ് ചെയ്യാൻ വരുന്നതിനെ സംബന്ധിച്ചിടത്തോളം കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുന്ന ഒരു കാര്യമാണ്. സോ അങ്ങനത്തെ 1-2 പോസിറ്റീവ് ആയിട്ടുള്ള മാറ്റങ്ങളുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്ന, എല്ലാരെ പോലും ഞാനും ആഗ്രഹിക്കുന്ന ഈ പ്രഖ്യാപനങ്ങൾ പ്രാക്ടിക്കലായിട്ട് നടക്കാൻ സാധിക്കട്ടെ. അങ്ങനെ നടത്തിയാൽ കേരളത്തിന് ഏറ്റവും അധികം ഗുണകരമാകുന്നത് എംപ്ലോയ്മെന്റ്. അതാണല്ലോ ശ്രീ നിർമ്മൽ എബ്രഹാം, ഇത്തരം പരിപാടികൾ കൊട്ടിഘോഷിക്കപ്പെടുന്നു, അതിനുവേണ്ടി കോടികൾ മുടക്കുന്നു, പിന്നീട് ഇതിന്റെ ഔട്ട്പുട്ട് എന്ത് എന്ന് പരിശോധിക്കുമ്പോൾ അവിടെ ഒരു ബിഗ് സീറോയാണ്. നമുക്ക് ഇതിനു മുമ്പും ഇത്തരം ഇൻവെസ്റ്റ്മെന്റുകളൊക്കെ
അല്ലെങ്കിൽ സംഗമങ്ങളൊക്കെ നടന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യമുണ്ടല്ലോ, നമ്മുടെ സാമ്പത്തികാവസ്ഥ എല്ലാത്തിനും കേന്ദ്രത്തെ മാത്രം ആശ്രയിച്ച് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ളൊരവസ്ഥയുണ്ട്. നമ്മൾ സ്വയം വരുമാനം കണ്ടെത്തേണ്ടതുണ്ട് എന്ന് സർക്കാരിന് ബോധ്യപ്പെടുന്നൊരു പശ്ചാത്തലം കൂടിയുണ്ട്. സർക്കാർ സെക്ടറുകൾക്ക് പരിമിതിയുണ്ട്. സർക്കാർ ക്ഷേമ പെൻഷനുകൾ നൽകുന്നു, അതോടൊപ്പം തന്നെ സർക്കാർ ജീവനക്കാർക്ക് ശമ്പളവും പെൻഷനും ഒക്കെ നൽകിക്കഴിഞ്ഞാൽ പിന്നീട് ഒന്നുമില്ല ഖജനാവിൽ എന്നൊരു തിരിച്ചറിവുണ്ട്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ സംഗമങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഈസിയായി നിക്ഷേപകർക്ക് എത്തുവാനുള്ള ഒരു അവസരം നൽകും എന്ന് പ്രതീക്ഷിക്കാമോ? അല്ല, അവിടെ ചെറിയൊരു പ്രശ്നമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഈ 92% കഴിഞ്ഞ് പോയിട്ട് 8% വികസന പ്രവർത്തനങ്ങൾക്കായിട്ട് നമുക്ക് മാറ്റിവെക്കാനുള്ളൂ. അതുകൊണ്ടാണ് ഈ പറഞ്ഞ 1000 കോടിയും 10,000 കോടിയൊക്കെ പ്രഖ്യാപിക്കുന്നുണ്ടെങ്കിൽ ഒന്നും പ്രാക്ടിക്കലായി വരാത്തത്. പക്ഷെ അത് രണ്ടാമത്തെ ഒരു ഇഷ്യൂ എന്ന് പറഞ്ഞാൽ, പണ്ട് നമ്മളൊരു 10-20 വർഷം മുന്നേ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗൾഫിലോട്ടൊക്കെ പൊക്കോണ്ടിരുന്നത് സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരാണ്. അവരങ്ങോട്ട് പോയതിനു ശേഷം കുടുംബത്തെ നന്നാക്കാനായിട്ട് ഇങ്ങോട്ട് 30,000 40,000 മാസം അയക്കുന്നു. ഈ പൈസ വെച്ച് ഇവർ വാടക അടയ്ക്കുന്നു, അല്ലെങ്കിൽ വീട് മേടിക്കുന്നു, അല്ലെങ്കിൽ കാറിന് EMI അടയ്ക്കുന്നു. അങ്ങനെ അത് തിരിച്ച് എക്കോണമിയിലോട്ട് സ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്നതുകൊണ്ട് ഗവൺമെന്റിന് ഗുണമായിരുന്നു. പക്ഷെ ഇന്നിപ്പം ഒരു ഞെട്ടിക്കുന്ന കണക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2018 ഓൺ ആവറേജ് ഒരു വർഷം 1.25 ലക്ഷം കുട്ടികളാണ് ഇവിടുന്ന് പുറത്തോട്ട് പഠിക്കാനായിട്ട് പോയിക്കൊണ്ടിരുന്നത്, അല്ലെ മൈഗ്രേറ്റ് ചെയ്യുന്ന ആളുകൾ. പക്ഷെ 2023 അത് നേരെ ഇരട്ടിയായി, 2.5 ലക്ഷമായി. പക്ഷെ ഈ പോകുന്ന ആൾക്കാർ, പണ്ട് ആളുകൾ പുറത്തു പോകുമ്പോൾ നമ്മൾ സന്തോഷിച്ചിരുന്നു, കാരണം റെമിറ്റൻസ് വരും. പക്ഷെ ഇന്ന് പോകുന്നവര് അത്യാവശ്യം ഫൈനാൻഷ്യലി സൗണ്ട് ആയിട്ടുള്ള കുടുംബങ്ങളിൽ നിന്ന് പോകുന്നവരാണ്. അവരാരും ഇങ്ങോട്ട് തിരിച്ച് പൈസ അയക്കാനോ തിരിച്ച് വരാനോ പോലും നോക്കുന്നില്ല. അപ്പം എന്റെ ഒരു ഭയം, ഞാൻ ഇന്നലെയും സൂചിപ്പിച്ചിരുന്നു, ഇൻവെസ്റ്റ് ഇൻ കേരളയാണ് ഇന്നെങ്കിൽ ഇവിടെ ജോലി ചെയ്യാൻ ആൾക്കാർ വേണം, ഒന്നാമത്തെ കാര്യം. അത് നമ്മൾ പുറത്തോട്ട് നാളെ വർക്ക് ഇൻ കേരള എന്ന് പറഞ്ഞ സമിറ്റ് വെക്കേണ്ട അവസ്ഥ വരരുത്. രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നമുക്ക് ഇൻഡസ്ട്രി മാപ്പിംഗ് നടത്തി ഇവരെ കൊണ്ടുവന്നാൽ തന്നെ ഇത് പ്രാക്ടിക്കലായിട്ട് കൊണ്ടുപോകാനുള്ള ഡിഫിക്കൽട്ടീസ്, പ്രത്യേകിച്ച് ഇൻഡസ്ട്രീസ് നമുക്ക് സ്ഥലം കുറവാണ്, അതൊരു ഇഷ്യൂ ആണ്. അപ്പൊ അത് പ്രാക്ടിക്കലായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ചലഞ്ചസ് നേരത്തെ തന്നെ മാപ്പ് ചെയ്യേണ്ട ഒരു ആവശ്യമാണ്, എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ വരാൻ സാധ്യത എന്നുള്ളത്. അപ്പൊ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ഫ്യൂച്ചർ ഉണ്ട്. മാത്രമല്ല, IIM ഇൻഡോറിന്റെ ഒരു സ്റ്റഡി 2 വർഷം മുന്നേ വന്നിരുന്നു, അതും ബ്രൈറ്റ് ആണ്. കാരണം അവർ പറഞ്ഞത് കേരളത്തിൽ ഇപ്പോ ഇൻഡസ്ട്രി ഫ്രണ്ട്ലി ആയിട്ടുള്ള എൻവയോൺമെന്റ് വളർന്നു വരികയാണ്, 93% കോൺഫിഡൻസ് ഇൻവെസ്റ്റേഴ്സിനിടയിൽ ഉണ്ട് എന്നൊരു സ്റ്റഡി വന്നായിരുന്നു. ഇതൊക്കെ നമുക്ക് പോസിറ്റീവായിട്ട് കാണാം. ശരി, വളരെയധികം നന്ദി ശ്രീ നിർമ്മൽ എബ്രഹാം ഞങ്ങളോട് പ്രതികരിച്ചതിന്. എന്തായാലും മാറുന്ന കാലഘട്ടത്തിൽ കൂടുതൽ നിക്ഷേപങ്ങൾ കേരളത്തിലേക്ക് കടന്നു വരേണ്ടതുണ്ട്, കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടേണ്ടതുണ്ട്. തൊഴിലില്ലായ്മയിൽ ദേശീയ ശരാശരിയേക്കാൾ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം ആണ് കേരളം എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം ഇൻവെസ്റ്റ്മെന്റ് മീറ്റുകളെ വലിയ ഗൗരവത്തോടു കൂടി തന്നെ സർക്കാർ നോക്കിക്കാണുന്നത്, ഒപ്പം ഈ മേഖലയിലുള്ളവരും നോക്കിക്കാണുന്നത്. ഡാനി ഇപ്പോൾ ആണ് വാർത്ത റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഡാനിയിലേക്ക് വളരെ പെട്ടെന്ന് തിരികെ എത്താം, ഇടവേളയ്ക്ക് ശേഷം.